ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മളെ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന പാർട്ട് വെച്ചിട്ട് +1 കൊമേഴ്സ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്കറിയാം, കൊമേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പേടിക്കുന്നൊരു സബ്ജക്റ്റാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എന്നാൽ മാത്സ് പേടിയുള്ള കുട്ടികളാണ് നോർമലി അക്കൗണ്ടിങ് ടഫാണെന്ന് പറഞ്ഞു വരാറ്. എന്നാൽ മാത്സിനെ പോലെ കാര്യമായിട്ട് ഇക്വേഷൻസ് ഒന്നും അക്കൗണ്ടിങ്ങിൽ പഠിക്കാനില്ല. നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഹരിക്കാനും അറിയെങ്കിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് വളരെയധികം സിമ്പിളാണ്. ഇനിയിപ്പോൾ ഈ കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് +1 +2 കാൽക്കുലേറ്ററും അവൈലബിൾ ആണ്. സോ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് കൺസെപ്റ്റ് ക്ലിയർ ആവുക, അതേപോലെ ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക, അതിനനുസരിച്ച് ആൻസർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. അല്ലാതെ മാത്സ് പേടിയാണ് അതുകൊണ്ട് അക്കൗണ്ടിങ് ടെൻഷൻ ആവുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ആണ്. അപ്പം ഈ ഒരു അക്കൗണ്ടിങ് എന്താണ്, അതിൻ്റെ മീനിങ്, ഫംഗ്ഷൻ, ഒബ്ജക്റ്റീവ്, ഈ 3 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുന്നേ എന്താണ് അക്കൗണ്ടിങ് എന്ന് ഒരു ബേസിക് ഐഡിയ നമുക്ക് വേണം. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ബിസിനസ് ഉണ്ടായിരിക്കും. അതായത് ഇവർ എന്തെങ്കിലും ഒരു പ്രത്യേക പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബിസിനസ് ആണെന്ന് വിചാരിക്കട്ടെ. അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും, അല്ലേ? അങ്ങനെ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ അവിടെ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് സെയിൽ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പം അവർക്ക് ഒരുപാട് പേരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അതായത് ഇപ്പോൾ ഒരു ബിസിനസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ബിസിനസ്സിന് അതിൻ്റെ അകത്തുള്ളവരോടും അതിൻ്റെ പുറത്തുള്ളവരോടും, അതായത് ഇപ്പോൾ ഒരു ബിസിനസ്സിൽ അവിടെ എംപ്ലോയീസ് ഉണ്ടായിരിക്കും, മാനേജേഴ്സ് ഉണ്ടായിരിക്കും, അവരോടും, അതേപോലെ തന്നെ ആ ബിസിനസ് നിലനിൽക്കുന്ന സ്ഥാനത്ത് തുടരണമെങ്കിൽ അവിടുത്തെ സൊസൈറ്റിയോട്, അതേപോലെ അവിടുത്തെ ഗവൺമെൻറ്റിനോട്, ഇല്ലെങ്കിൽ അവർക്ക് കുറേ ക്യാഷിൻ്റെ ആവശ്യം വരും, അപ്പോൾ അവർക്ക് ലോൺ എടുക്കേണ്ടി വരും, അപ്പോൾ ബാങ്കിനെ അപ്രോച്ച് ചെയ്യേണ്ടി വരും. അതുപോലെയുള്ള കുറേ ഇൻറ്റേർണലും എക്സ്റ്റേണലും, അതായത് ബിസിനസ്സിൻ്റെ അകത്തും പുറത്തുള്ളവരോടും പല രീതിക്ക് കമ്മ്യൂണിക്കേഷൻസ് നടത്തേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് എന്ത് എന്ന് പറയുന്നത്? അക്കൗണ്ടിങ്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അതാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഇനി ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു. ഈ ഒരു ലാംഗ്വേജ് പുതിയതായിട്ട് കേൾക്കണമെന്നാണോ? നമുക്ക് പുതിയതാണ്. അതായത് ഇപ്പോൾ 10 വരെ പഠിച്ചവർക്ക് +1 കൊമേഴ്സിലേക്ക് വന്നവർക്ക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് പുതിയ സബ്ജക്റ്റാണ്. എന്നാൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ആക്ച്വലി പുതിയ സബ്ജക്റ്റ് അല്ല. 1494 ഇറ്റാലിയൻകാരനായിട്ടുള്ള ലൂക്ക പാസിയോളി ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതാണ്ടായി. അപ്പം അത്രയും പഴക്കം അക്കൗണ്ടിങ്ങിനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയാണ് നമ്മൾ എന്താണെന്നറിയപ്പെടുന്നത്? ഫാദർ ഓഫ് അക്കൗണ്ടിങ്. ഓക്കെ, അപ്പം 2 കാര്യമാണ് നമ്മൾ മെയിനായിട്ട് പഠിച്ച്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ആണ്. അതേപോലെ തന്നെ ഫാദർ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ആരാണ്? ലൂക്ക പാസിയോളിയാണ്. അയാൾ ഒരു ഇറ്റാലിയൻകാരനാണ്. അയാൾ ഒരു ബുക്ക് എഴുതണ്ടായി. ആ ബുക്കിൻ്റെ പേര് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്നാണ്. അത് എഴുതിയത് 1494 ഓക്കെ, നമുക്ക് മീനിങ് ഓഫ് അക്കൗണ്ടിങ് എന്താണെന്ന് നോക്കാം. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിങ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ്, അനലൈസിങ്, ഇൻ്റർപ്രറ്റിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട് thereof. ഇതൊരു 2 മാർക്കിന് നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ആർട്ടാണ്. എന്തിൻ്റെ ആർട്ടാണ്? ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അവിടെ പലതരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബിസിനസ്സിന് പല ആൾക്കാരിൽ നിന്നും റിസോഴ്സസ് പർച്ചേസ് ചെയ്യേണ്ടി വരും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു പെന്ന് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണെങ്കിൽ ആ പെന്നിന് പ്ലാസ്റ്റിക് പല സ്ഥലത്തു നിന്ന് വേണ്ടി വരും. അല്ലെങ്കിൽ ഈ പേപ്പർ പെന്നാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള പേപ്പർ നമുക്ക് വാങ്ങേണ്ടി വരും. പിന്നെ ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കുറേ എംപ്ലോയീസ് വേണ്ടി വരും. അതേപോലെ ആ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ മാനേജേഴ്സ് വേണ്ടി വരും. പിന്നെ നമ്മൾ പ്രൊഡക്റ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല രീതിക്ക് വിറ്റ് പോകണമെങ്കിൽ അവിടെ മാർക്കറ്റിംഗ് വേണ്ടി വരും, അഡ്വർടൈസ്മെൻറ്റ് വേണ്ടി വരും. പിന്നെ അത് എവിടെയാണോ വിൽക്കുന്നത് അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വേണ്ടി വരും. ഇതൊക്കെ എന്താണ്? ഓരോ ട്രാൻസാക്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ഉള്ളിൽ പല രീതിക്കുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കും. ഈ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ നാച്ചുറലുള്ളതുമായിരിക്കാം, നോൺ ഫിനാൻഷ്യൽ നാച്ചുറലുള്ളതുമായിരിക്കാം. ഈ ഫിനാൻഷ്യൽ നാച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? പണപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് അതിന് പണം ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് വേണ്ട റോ മെറ്റീരിയൽ തന്നു. അതായത് ഇപ്പോൾ പേപ്പർ പെൻ ഉണ്ടാക്കണമെങ്കിൽ ആ പേപ്പർ നമ്മൾ വാങ്ങുമ്പോൾ അതാരാണോ നമുക്ക് തന്നത് അവരെ വിളിക്കുന്ന പേരാണ് സപ്ലയർ. അവർക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ക്യാഷ് കൊടുക്കണം. അതേപോലെ എംപ്ലോയീസ് ഉണ്ടായിരിക്കും. ആ എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളത്, അതായത് ഇപ്പോൾ നല്ലൊരു എംപ്ലോയി ആണെങ്കിൽ മാത്രമേ നമുക്ക് ചിലവ് കുറയ്ക്കാൻ പറ്റൂ. അപ്പോൾ ആ ഒരു എംപ്ലോയിനെ നമ്മൾ ബിസിനസ്സിലേക്ക് എടുക്കുക എന്നുള്ളത് ട്രാൻസാക്ഷൻ, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അല്ല. അതെന്താണ്? അത് നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണ്. എന്നാൽ ആ എംപ്ലോയി വർക്ക് ചെയ്തതിന് ആ എംപ്ലോയിക്ക് നമ്മൾ കൂലി കൊടുക്കണം, അതായത് വേജ് കൊടുക്കണം. അതെന്താണ്? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ ഒരു ബിസിനസ്സിൽ തന്നെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉണ്ടായിരിക്കും, നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉണ്ടായിരിക്കും. എംപ്ലോയിനെ അപ്പോയിൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ബോർഡ് തീരുമാനിക്കുക, ഇതൊക്കെ എന്താണ്? നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണ്. എന്നാൽ
മാനേജ്മെൻറ്റിന് അവരുടെ സാലറി കൊടുക്കുക, അതേപോലെ എംപ്ലോയീസിന് അവരുടെ വേജ് കൊടുക്കുക, ഇതൊക്കെ എന്താണ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബിസിനസ്സിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അക്കൗണ്ടിങ്ങിൽ ബിസിനസ്സിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും ഉണ്ടായിരിക്കും. അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് മാത്രമാണ് റെക്കോർഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 3 കാര്യമാണ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞത്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ലാംഗ്വേജ് ഓഫ് ബിസിനസ് ആണ്. ഫാദർ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ലൂക്ക പാസിയോളി. അയാൾ ഒരു ഇറ്റാലിയൻകാരനാണ്. അയാൾ ബുക്ക് എഴുതിയിട്ടുള്ളത് 1494 ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്നുള്ളതാണ്. പിന്നെ ബിസിനസ്സിൽ 2 ട്രാൻസാക്ഷൻ ഉണ്ടായിരിക്കും, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും. പക്ഷേ അക്കൗണ്ടിങ്ങിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. ഓക്കെ, ഇറ്റ് ഈസ് എൻ ആർട്ടാണ്. അവിടെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉണ്ടായാൽ അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അത് കഴിഞ്ഞാൽ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, സമ്മറൈസ് ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ? റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദ റിസൾട്ട് ദെയർ ഓൺ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ബിസിനസ്സിൽ ഒരുപാട് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉണ്ടെന്ന്. ആ ട്രാൻസാക്ഷനെ നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്യാണ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുറേ ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കും. ഒരു ബിസിനസ്സിൽ ഒരു ദിവസം തന്നെ 1000കണക്കിന് ട്രാൻസാക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അത് മൊത്തം ഇങ്ങനെ ഡയറിയിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അവസാനം ഇതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ റെക്കോർഡ് ചെയ്യാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ക്ലാസിഫൈ ചെയ്യാണ്. ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു വിചാരിക്കുക. അത് ക്യാഷിനാണോ ക്രെഡിറ്റിനാണോ പർച്ചേസ് ചെയ്യുന്നത്? അതായത് ക്യാഷിനാണെങ്കിൽ നമ്മളത് ക്യാഷ് ബുക്കിൽ എഴുതും, ക്രെഡിറ്റിനാണെങ്കിൽ നമുക്ക് ആരാണോ അത് ക്രെഡിറ്റിന് തന്നത് അവരുടെ പേരാണ് അതിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ നാച്ചർ അനുസരിച്ച്, ആ ഒരു ട്രാൻസാക്ഷൻ്റെ നാച്ചർ അനുസരിച്ച് അതിനെ ക്ലാസിഫൈ ചെയ്യണം. അതേപോലെ ഇപ്പോൾ സാലറി കൊടുക്കുക എന്നുള്ളത് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അല്ലെങ്കിൽ റെൻറ്റ് നമുക്ക് കിട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻകാണ്. അപ്പോൾ ഓരോ ഹെഡ് അതിൻ്റെ നാച്ചർ അനുസരിച്ച് ഓരോ ഹെഡിക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് സമ്മറൈസ് ചെയ്യുക എന്നുള്ളതാണ്. സമ്മറൈസ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒറ്റ ഒരു നോട്ടത്തിൽ ബേസിക് ഐഡിയ കിട്ടണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിന് ഒറ്റ പേജിലേക്ക് അസറ്റ് ഇത്രയാണ്, നമുക്ക് മെഷീനറി ഇത്ര രൂപയാണ്, അതേപോലെ സാലറി നമ്മളൊരു 1 ഇയറിൽ ടോട്ടൽ ഇത്ര രൂപയാണ് കൊടുത്ത്, അത്തരം കാര്യങ്ങൾ സമ്മറൈസ് ചെയ്തിട്ട് ചുരുക്കി എഴുതുന്നതിനാണ് സമ്മറൈസിങ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രയൽ ബാലൻസ് ആണ്. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്നിട്ട് പിന്നെ നമ്മളത് അനലൈസ് ചെയ്യണം. നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അത് അനലൈസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അതിന് കിട്ടുന്ന റിസൾട്ടിനെയാണ് നമ്മൾ ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുക. അതായത് ഒന്നില്ലെങ്കിൽ പ്രോഫിറ്റ് ആവും അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. എന്തിനെ പറ്റി? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ പറ്റിയിട്ട്. എന്നിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതായത് ഗവൺമെൻറ്റിനോ അവിടുത്തെ എംപ്ലോയീസിനോ ഓണേഴ്സിനോ ആർക്കൊക്കെയാണോ ആ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെ റിസൾട്ട് വേണ്ടത് അവർക്കതിനെ കൊടുക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ലോങ് പ്രൊസീജിയറാണ് എന്തെന്ന് പറയുന്നത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നു. റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്ന പ്രോസസ്സിനെയാണ് ജേർണൽ എൻട്രീസ് എന്ന് പറയുന്നത്. ജേർണൽ എൻട്രീസ് ആയിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. അത് എഴുതുന്ന പ്രോസസ്സിനെ ജേർണലൈസിങ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ റെക്കോർഡിങ് ട്രാൻസാക്ഷൻ എഴുതുന്നത് എന്താണ് എഴുതുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ജേർണൽ എൻട്രീസ് ആണ്. അത് എഴുതുന്ന പ്രോസസ്സിനെ ജേർണലൈസിങ് എന്ന് പറയുന്നു. ക്ലാസിഫൈ ചെയ്യുന്നു. അതായത് നമ്മുടെ അസറ്റ് ആണോ, നമ്മുടെ വരുമാനമാണോ, നമ്മുടെ എക്സ്പെൻസ് ആണോ എന്ന് നോക്കിയിട്ട് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യുന്നു. അത് ചെയ്യുന്നത് ലെഡ്ജർ വഴിയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാൻ വേണ്ടിയിട്ട് അതിനെ സമ്മറൈസ് ചെയ്യുന്നു. സമ്മറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. അതിൻ്റെ പേരാണ് ട്രയൽ ബാലൻസ്. അത് കഴിഞ്ഞാൽ അതിനെ അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്തിട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കുന്നു. അതിൻ്റെ പേരാണ് ഇൻ്റർപ്രിറ്റേഷൻ. ദെൻ ആരൊക്കെയാണോ ഇത് യൂസ് ചെയ്യുന്നത്, ഗവൺമെൻറ്, എംപ്ലോയീസ്, മാനേജേഴ്സ്, അവർക്ക് വേണ്ടിയിട്ടുള്ള റിസൾട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് മീനിങ് ഓഫ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. അപ്പോൾ സിമ്പിളാണ്. ഇറ്റ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിങ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്, അനലൈസിങ്, ഇൻ്റർപ്രറ്റിങ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ആൻഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന റിസൾട്ട് ദെയർ ഓൺ. റിസൾട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അടുത്തത് നമ്മൾ നോക്കുന്നത് ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, അതിന് കാര്യമായിട്ട് മാറ്റമൊന്നുമില്ല. അതായത് അക്കൗണ്ടിങ്ങിലെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റെക്കോർഡിങ്. നമ്മൾ പറഞ്ഞു ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ബിസിനസ്സിൽ ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തു വെച്ചാൽ ആ പർച്ചേസസ് ഫ്രം ബാലു അല്ലെങ്കിൽ പർച്ചേസസ് ഫോർ ക്യാഷ് ഇങ്ങനെ എഴുതുന്ന ആ ഒരു ട്രാൻസാക്ഷനെ നമ്മൾ പറയുന്ന പേര് ജേർണൽ എൻട്രി എന്നാണ്. അത് എഴുതുന്ന ആ ഒരു റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേര് ജേർണലൈസിങ്. ഓക്കെ, അതായത് നമ്മൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നു. ആ റെക്കോർഡ് ചെയ്യുന്ന ബുക്കിൻ്റെ പേരെന്ന് പറയുന്നത് ജേർണലാണ്. നമ്മൾ ആ എഴുതുന്ന പ്രോസസ്സ് എന്താണ് എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജേർണൽ എൻട്രിയാണ് എഴുതുന്നത്. അത് കഴിഞ്ഞാൽ അത് എഴുതുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേര് ജേർണലൈസിങ്.
മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ക്ലാസിഫൈങ് എന്നുള്ളതാണ് അടുത്ത ഫംഗ്ഷൻ. അതായത് നമ്മളിപ്പോൾ കുറേ ട്രാൻസാക്ഷൻസ് എഴുതുന്നു. അതായത് നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീനറി വാങ്ങി, അതേപോലെ എംപ്ലോയീസിന് വേജ് കൊടുത്തു, നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് റൂം വാടകയ്ക്ക് എടുത്തു, അപ്പോൾ അതിന് റെൻറ്റ് കൊടുത്തു, അതേപോലെ എംപ്ലോയീസിന് സാലറി കൊടുത്തു, വേജസ് കൊടുത്തു, നമ്മൾ പ്രൊഡക്റ്റ് സെയിൽ ചെയ്തു, അപ്പോൾ നമുക്കൊരു വരുമാനം കിട്ടി. ഇത്രയും കാര്യങ്ങൾ ഇതിനെങ്ങനെ ഒന്നിച്ചെഴുതി കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളതിൽ ഏതൊക്കെയാണ് നമ്മുടെ ഇൻകം, അതേപോലെ ഏതൊക്കെയാണ് നമ്മുടെ എക്സ്പെൻസ്, അതേപോലെ മെഷീനറി വാങ്ങി പറഞ്ഞാൽ മെഷീനറി നമുക്ക് കുറേ കാലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് ബിസിനസ്സിൻ്റെ ഒരു അസറ്റായിട്ട് നമ്മൾ കണക്കാക്കുന്നു. അപ്പോൾ അസറ്റ്, പിന്നെ നമുക്ക് സാലറി ഉണ്ട്, സാലറി കൊടുത്തില്ലെങ്കിൽ അത് നമ്മുടെ ലയബിലിറ്റിയാണ്. അങ്ങനെ ഓരോ ട്രാൻസാക്ഷനും അതിൻ്റെ നാച്ചർ അനുസരിച്ചിട്ട് അസറ്റാണോ ലയബിലിറ്റി ആണോ അതേപോലെ ഇൻകാണോ എക്സ്പെൻസ് ആണോ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യുന്നു. എന്നിട്ട് ഓരോ സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അതിന് പറയുന്ന പേര്, ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിനെ പറയുന്ന ഫംഗ്ഷൻ ആണ് ഏത്, ക്ലാസിഫൈയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്നത്, അതായത് ഓരോ ബിസിനസ് ട്രാൻസാക്ഷനും അതിൻ്റെ നാച്ചർ അനുസരിച്ചിട്ട് സിമിലർ ക്യാരക്ടർ ഉള്ളതിനെ ഒരു ഹെഡിൻ്റെ അണ്ടറിൽ കൊണ്ടുവരികയാണ്. അതിലേക്ക് നമ്മൾ ജേർണൽ എൻട്രിയിൽ നിന്ന് നോക്കിയിട്ട് ക്ലാസിഫൈ ചെയ്ത് നമ്മൾ ലെഡ്ജറിലേക്ക് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ആ ഒരു ലെഡ്ജറിൽ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്, പോസ്റ്റിംഗ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് ജേർണലൈസിങ്ങും, ജേർണലിൽ നോക്കി നമ്മൾ ക്ലാസിഫൈ ചെയ്ത് എഴുതുമ്പോൾ അതിനെ പറയുന്ന പേര് പോസ്റ്റിംഗ് എന്നുമാണ്. അടുത്തതാണ് സമ്മറൈസിങ്. അടുത്ത തേർഡ് പ്രോസസ്സാണ് അല്ലെങ്കിൽ തേർഡ് ഫംഗ്ഷനാണ് സമ്മറൈസിങ് എന്ന് പറയുന്നത്. സമ്മറൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫിനാൻഷ്യൽ ഇയർ എന്നാൽ നമുക്ക് ടോട്ടൽ ആ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷനെ പറ്റി ഒരു ഓവറാൾ ഐഡിയ കിട്ടണമെങ്കിൽ അതിനെ സമ്മറൈസ് ചെയ്തിട്ട് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഫംഗ്ഷനാണ് സമ്മറൈസിങ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. അതിൻ്റെ പേരാണ് ട്രയൽ ബാലൻസ്. അതായത് ഈ ലെഡ്ജർ അക്കൗണ്ടിൽ നമ്മൾ നേരത്തെ ഓരോ സെപ്പറേറ്റ് അക്കൗണ്ടായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാലൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ഈ ഒരു ട്രയൽ ബാലൻസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ 3 ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു, റെക്കോർഡിങ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്. ആ സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ട് നല്ല രീതിക്ക് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് എത്ര ഉണ്ട് ബിസിനസ്സിന്, അതേപോലെ നമ്മൾ എത്ര ലയബിലിറ്റി ഉണ്ട്, നമുക്ക് എത്ര രൂപ ഇൻകം ഉണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതാണ് ഇൻ്റർപ്രറ്റിംഗ്. ഇൻ്റർപ്രറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറേ പ്രൊസീജിയർ നടക്കുന്നുണ്ട്. അതായത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അതേപോലെ നമുക്ക് എത്ര രൂപ അസറ്റ് ഉണ്ട്, എത്ര രൂപ ലയബിലിറ്റി ഉണ്ട്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വിലയിരുത്തുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതേപോലെ ബാലൻസ് ഷീറ്റും. അപ്പോൾ ഒരു ബിസിനസ്സിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മുടെ ഒപ്പീനിയൻ പറയുകയാണ്. അതിന് പറയുന്ന പ്രോസസ്സ് പേരാണ് ഇൻ്റർപ്രിറ്റേഷൻ. ആ ഒരു പ്രോസസ്സിനെ പറയുന്നത് ഇൻ്റർപ്രറ്റിംഗ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഒന്ന് അക്കൗണ്ടും ഒന്ന് സ്റ്റേറ്റ്മെൻറ്റുമാണ്. ഒന്നാമത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ആ ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി അറിയാൻ വേണ്ടിയിട്ട്, ഓപ്പറേഷണൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ ഫിനാൻഷ്യൽ പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും, അതേപോലെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് എന്ത് തയ്യാറാക്കുന്നു, ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്നു. ഇൻ്റർപ്രിറ്റേഷൻ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ യൂസേഴ്സിന് ആർക്കൊക്കെയാണോ അത് ആവശ്യമുള്ളത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതായത് ടാക്സ് അതോറിറ്റീസ്, ഗവൺമെൻറ്, എംപ്ലോയീസ്, ഇൻവെസ്റ്റേഴ്സ്, അവരോടൊക്കെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതായത് എന്താ പറയുക, അപ്പോൾ അതിൻ്റെ ബേസിൽ അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഓണേഴ്സിനാണെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്താണെന്ന് അറിയാൻ പറ്റുന്നു. അതേപോലെ എംപ്ലോയീസിന് അവർ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ബെനിഫിറ്റ് ആ ബിസിനസ്സിലുണ്ടോ, അവരവിടെ കണ്ടിന്യൂ ചെയ്യണോ. അതേപോലെ ഗവൺമെൻറ്റിന് റൂൾസ് ഫ്രെയിം ചെയ്യാൻ, ടാക്സ് അതോറിറ്റീസിന് ടാക്സ് ഡിറ്റർമിൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു നേരത്തെ മീനിങ് ബേസിൽ തന്നെയാണ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, അനലൈസിങ്, ഇൻ്റർപ്രറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ്. റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ജേർണലിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ആ എഴുതുന്ന പ്രോസസ്സിനെ പറയുന്ന പേര് ജേർണലൈസിങ്. എന്താണ് എഴുതുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജേർണൽ എൻട്രീസ് ആണ് എഴുതുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജേർണൽ എൻട്രിയുടെ ബേസിൽ അതിനെ നാച്ചറിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നു. അതായത് സിമിലർ നാച്ചർ ഉള്ളത് ഒരു ഹെഡിൽ കൊണ്ടുപോയി ഇടുകയാണ്. അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ മൊത്തം ക്യാഷ് അക്കൗണ്ടിൽ പ്രിപ്പയർ ചെയ്യുന്നു. അതേപോലെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ആരുടെ നിന്നാണോ നമ്മൾ വാങ്ങി അവരുടെ പേര് മെൻഷൻ ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നു. പിന്നെ സാലറിക്ക് അതേപോലെ കമ്മീഷനൊക്കെ സെപ്പറേറ്റ്, ഇൻകത്തിനും എക്സ്പെൻസിനൊക്കെ സെപ്പറേറ്റ് ഹെഡ് പ്രിപ്പയർ ചെയ്യുന്നു. പിന്നെ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് സമ്മറൈസിംഗ് ആണ്. ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ നിന്ന് നമുക്ക് ഒറ്റയടിക്ക് നോക്കി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. അതാണ് ട്രയൽ ബാലൻസ്. അത് കഴിഞ്ഞ് അതിനെ അനലൈസ് ചെയ്യുന്നു, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കുന്നു. ഫിനാൻഷ്യൽ പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് അതായത് അസറ്റ് ആണ് ലയബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ പൊസിഷൻ അതാണ്. അതിന് വേണ്ടിയിട്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ദെൻ വാരിയസ് യൂസേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഫംഗ്ഷനിൽ വരുന്നത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിംഗ് ആണ്. നമ്മൾ പറഞ്ഞു നമ്മൾ അക്കൗണ്ടിങ്ങിൽ ലോട്ട് ഓഫ് ഫംഗ്ഷൻസ് ഉണ്ട്, ഇതൊരു ലാംഗ്വേജ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഒരു ബിസിനസ്സിനുള്ളിൽ നടത്തുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ എന്തുണ്ടാവും, പ്രോപ്പർ റെക്കോർഡ്സ് ഓഫ് ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്യും. അതായത് നമ്മളിപ്പോൾ അവിടെ ഓരോ ട്രാൻസാക്ഷൻ വന്നാലും അത്തരം കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു.
എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തുണ്ടായിരിക്കും, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ടായിരിക്കും, ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ പ്രോപ്പറായിട്ട് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ അക്കൗണ്ടിങ് ആവശ്യമാണ്. അതേപോലെ തന്നെ നമ്മൾ ഇൻ്റർപ്രിറ്റേഷനിൽ പറഞ്ഞു, നമ്മൾ ബിസിനസ്സിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അതേപോലെ അസറ്റ് ലയബിലിറ്റി ഒക്കെ എത്രത്തോളം നമുക്ക് അസറ്റ് ഉണ്ട്, അതേപോലെ എത്രത്തോളം ബാധ്യത ഉണ്ട്, അത്തരം കാൽക്കുലേഷൻസ് നടത്താൻ പറ്റുന്നു. അടുത്തത് പറയുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ. ആ ഫിനാൻഷ്യൽ പൊസിഷനാണ് പറഞ്ഞത് ബാലൻസ് ഷീറ്റ്. ഇത് ഫിനാൻഷ്യൽ പെർഫോമൻസ് ആണ്. ഓക്കെ, സോ ഫിനാൻഷ്യൽ പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നു. ദ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് മേക്ക് ഇൻഫോർമേഷൻ അവൈലബിൾ ടു വാരിയസ് യൂസേഴ്സ് നമ്മൾ പറഞ്ഞു, എംപ്ലോയീസ് ഉണ്ട്, ഗവൺമെൻറ് ഉണ്ട്, അതേപോലെ മാനേജേഴ്സ് ഉണ്ട്. മാനേജേഴ്സിന് അവരുടെ ബിസിനസ് എങ്ങനെ കൺട്രോൾ ചെയ്യണം, അതേപോലെ ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എത്രത്തോളം അതൊന്ന് ഡിവിഡൻഡ് കിട്ടും, അത്തരം കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാൻ. അതുപോലെ എംപ്ലോയീസിന് അവർ വർക്ക് ചെയ്തതിനനുസരിച്ച് സാലറി കിട്ടും, ഗവൺമെൻറ്റിന് ടാക്സ് റൂൾസും മറ്റ് ലെജിസ്ലേഷൻസൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ് വരുന്നത്, പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക, അതേപോലെ കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, ഫിനാൻഷ്യൽ പെർഫോമൻസ് അറിയുക, ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുക, അതേപോലെ ആരൊക്കെയാണ് ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അവർക്ക് വേണ്ട ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് തന്നത്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു, അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ആണ്. ഫാദർ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ലൂക്ക പാസിയോളിയാണ്. അദ്ദേഹം ഒരു ഇറ്റാലിയൻകാരനാണ്. 1494 അദ്ദേഹം പബ്ലിഷ് ചെയ്ത ബുക്കാണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. പിന്നെ അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് പറഞ്ഞു. അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, ദെൻ കമ്മ്യൂണിക്കേറ്റ് ഇൻ ദ റിസൾട്ട് വാരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ആ ഒരു എന്താണ് അവരുടെ ഫൈനൽ ഫിനാൻഷ്യൽ പെർഫോമൻസും പൊസിഷനും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ മീനിങ്ങിൻ്റെ ബാക്കി തന്നെയാണ്. അതായത് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഫംഗ്ഷൻ. റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ എന്തിലാണ്, ജേണലിലാണ്. എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, ജേണൽ എൻട്രി എഴുതിയിട്ടാണ്. പിന്നെ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേര് ജേണലൈസിങ് എന്നാണ്. ദെൻ സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷനാണ്. അത് എഴുതുന്നത് ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് എഴുതുന്ന പ്രോസസ്സാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന അക്കൗണ്ടാണ്. ആ അക്കൗണ്ടിനെ പറയുന്ന പേരാണ് ലെഡ്ജർ എന്നുള്ളത്. അത് കഴിഞ്ഞ് ഒറ്റ നോട്ടത്തിൽ അറിയാൻ വേണ്ടിയിട്ട് അതിനെ സമ്മറൈസ് ചെയ്യുന്നു. അതാണ് തേർഡ് ഫംഗ്ഷൻ. ഇത് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തു, ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ അനലൈസ് ചെയ്യുന്നു, പിന്നെ ഇൻ്റർപ്രറ്റ് ചെയ്യാണ്. അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതായത് എത്ര അസറ്റ് ഉണ്ട്, എത്ര ലയബിലിറ്റീസ് ഉണ്ട്, ഇൻകം എക്സ്പെൻസ് ക്യാപിറ്റലൊക്കെ എത്രയാണെന്ന് അനലൈസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാമെന്ന് കഴിഞ്ഞാൽ പ്രോഫിറ്റും ലോസും എത്രയാണ് എന്ന് എക്സാക്ട്ലി വിലയിരുത്തുകയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരൊക്കെയാണോ അതിൻ്റെ യൂസേഴ്സ് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇത്രയും ഫംഗ്ഷനാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. പിന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്ങിൽ ഒന്ന് പ്രോപ്പറായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ പ്രോഫിറ്റ് ഓർ ലോസ്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. തേർഡ് വൺ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ, അസറ്റ് ലയബിലിറ്റി ടാലി ആവുന്നുണ്ടോ നോക്കണം. ദെൻ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് ആർക്കൊക്കെയാണോ ആവശ്യം അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് ഇന്നേണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സും ഉണ്ട്. ഇന്നേണൽ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ എംപ്ലോയീസും മാനേജ്മെൻറ്റൊക്കെയാണ്. എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ക്രെഡിറ്റേഴ്സ്, ഗവൺമെൻറ്, ടാക്സ് അതോറിറ്റീസ് ഒക്കെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.